ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരിക്കലും ഒരു പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടല്ല. നമ്മുടെ എല്ലാം കുഞ്ഞനുജനായ മുഹമ്മദിന് വേണ്ടിയാണ്. നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള മെഡിസിൻ ഏതാണെന്നറിയോ? അത് സോൾജൻസ്മ എന്ന മരുന്നാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗത്തിനുള്ള മരുന്നാണിത്. ഒരു ഡോസിന് 18 കോടിയോളം രൂപ വില വരുന്ന മരുന്നാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു പിഞ്ചോമനയ്ക്കാണ് ഈ രോഗം വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് എങ്കിൽ, വരാതിരിക്കട്ടെ, വന്നാൽ എന്തു ചെയ്യും? ലോകത്തിലുള്ള ഇതിനുള്ള മരുന്നുണ്ട്. പക്ഷേ നമുക്കത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വിലമതിക്കുന്ന ഒന്നാണ് എങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂരിലുള്ള ഒരു കുട്ടിയായ അഫ്രയാണ് ഈ രോഗത്തിന് ആദ്യമായി ആ കുടുംബത്തിൽ പിടിച്ചുലച്ചത്. അഫ്രയ്ക്ക് 15 വയസ്സായി. അഫ്രയ്ക്ക് വീൽ ചെയറിൽ നിന്ന് ഒന്ന് എണീക്കാൻ പോലും കഴിയില്ല. ആ അവസ്ഥയിൽ 14 വർഷമായി ഒരേ ഒരു ഇരിപ്പ്. പക്ഷേ അഫ്ര ഇന്ന് വന്നിരിക്കുന്നത് അഫ്രയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അഫ്രയുടെ കുഞ്ഞനുജനായ മുഹമ്മദിന് വേണ്ടിയാണ്. അഫ്രയ്ക്ക് വന്ന ഇതേ രോഗം, ഈ മരുന്ന് കിട്ടിയാൽ പ്രയോജനവുമില്ല അഫ്രയ്ക്ക്. പക്ഷേ അഫ്രയുടെ കുഞ്ഞനുജന് അങ്ങനെയല്ല. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദിന് 2 വയസ്സിനുള്ളിൽ ആ മരുന്ന് ലഭിക്കുകയാണെങ്കിൽ അസുഖം ഭേദമാകുമെന്ന് പറയുന്നു. ആ കുടുംബത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്രൊരു തുകയാണിത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും തന്നാൽ കഴിയുന്ന രൂപ അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അത് എത്ര വലിയോ എത്ര ചെറുതോ ആയ തുകയായിക്കോട്ടെ. 10 രൂപയാണെങ്കിലും കുറേ 10 രൂപകൾ ചേർന്നാൽ അത് 1000 രൂപയാവും. അതിൽ കൂടുതലായാൽ ലക്ഷങ്ങളും, അതിലും കൂടുതലായാൽ കോടികളുമാവും. മനുഷ്യത്വം മരിക്കാത്ത ആളുകളുണ്ട് എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ 3 കോടിയോളം ജനങ്ങളുണ്ട്. അവർ 6 രൂപ നിരക്കിൽ തന്നാൽ തന്നെ 18 കോടിയോളം രൂപയായി. നമ്മളോട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിന് നൽകി സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനി അഫ്രയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ കാലും നട്ടലൊക്കെ വളഞ്ഞ് ഇതായി, കിടക്കാനൊന്നും കഴിയില്ല, ഉറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനിയൻ്റെ ഇപ്പം അങ്ങനെയല്ല, ഓന് കുറച്ച് എഴുന്നള്ളുണ്ട്. അപ്പോൾ എനിക്ക് ഈ മെഡിസിൻ കിട്ടി അവൻ രക്ഷപ്പെടും. അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് എല്ലാവരും കൂടി സഹായിക്കണമെന്നാണ്. എന്നെപ്പോലെ ആവരുത്. അഫ്രയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും നമ്മളെയും കൊണ്ട് കഴിയുന്ന തുക ആ സ്ക്രീനിൽ കാണിക്കുന്ന ഗൂഗിൾ പേ നമ്പറായാലും അക്കൗണ്ട് നമ്പറിലായാലും നമ്മൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു.